ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 PSC ചോദിച്ചിട്ടുള്ള ബയോളജി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ജീവശാസ്ത്ര വിഭാഗത്തിൽ PSC ചോദിച്ചിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഏകദേശം 100ഓളം ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം: കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ്. ഓക്കെ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് ഈ സിറോഫ്താൽമിയ എന്നത്. അതായത് കണ്ണീരില്ലാതെ കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ സിറോഫ്താൽമിയ ഉണ്ടാകുന്നതിന് കാരണം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം, വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? 1 സിറോഫ്താൽമിയ, 2 നിശാന്തത. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വിറ്റാമിൻ എ എന്നത് മനുഷ്യ ശരീരത്തിലെ പ്രകൃതിയാ കാണുന്ന ഒരു ജീവകമാണെന്ന് പറഞ്ഞു. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണെന്ന് പറഞ്ഞു. ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? വിറ്റാമിൻ എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നത്. ഓക്കെ ആണല്ലോ. ഇനി വിറ്റാമിൻ ബി നോക്കുകയാണെങ്കിൽ, വിറ്റാമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് എന്നത്. വായ്പുണ്ണ് വിറ്റാമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. അതുപോലെ വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്നത്. വിറ്റാമിൻ B1 ആണ് കേട്ടോ. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്നത്. ഐക്കാണ്ട് ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഐക്കാണ്ട് എന്നാണ് കേട്ടോ. ഐക്കാണ്ട്. വിറ്റാമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഐക്കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത്. ഐക്കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമായിട്ടുള്ള ബെറിബെറി ആണ്. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമായിട്ടുള്ള ബെറിബെറി ആണ് കേട്ടോ. ഇനി വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ എച്ച് അല്ലെങ്കിൽ ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B7 ആണ്. വിറ്റാമിൻ B7 ആണ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ B7 ആണ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? അത് ജീവകം എച്ച് ആണ്. ജീവകം എച്ച്. എന്തൊക്കെയാണ് പറഞ്ഞത്? വിറ്റാമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വായ്പുണ്ണ്. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗം. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി അല്ലെങ്കിൽ ഐക്കാണ്ട് ഡിസീസ് എന്നത്. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7 ആണ്. വൈറ്റമിൻ എച്ച് അല്ലെങ്കിൽ ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ജീവകം B7 ആണ്. B7. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച് എന്നത്. ഓക്കെ ആണല്ലോ. ഇനി വിറ്റാമിൻ സി നോക്കുകയാണെങ്കിൽ, വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് വിറ്റാമിൻ സി എന്നത്. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് വിറ്റാമിൻ സി എന്നുള്ളത്. ഈ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും ജീവകം സി ആണ് കേട്ടോ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം സി ആണ്. ജീവകം സി അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി ആണ്.
അതുപോലെ നാവികരുടെ പ്ലേഗ്, ജീവകം സിയുടെ അപര്യാപ്തത രോഗമായിട്ടുള്ള സ്കർവി നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം സി ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ സി ആണ് മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഓക്കെ, അടുത്തത് വിറ്റാമിൻ ഡി ആണ്. കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. വിറ്റാമിൻ ഡിയുടെ അപരനാമം എന്താണ്? സൺഷൈൻ വിറ്റാമിൻ എന്നാണ് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ അപരനാമം സൺഷൈൻ വിറ്റാമിൻ എന്നാണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിനും വിറ്റാമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഡി ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ്. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേതാണ്? അതും വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ആണെന്ന് പറഞ്ഞു. ജീവകം ഡിയുടെ അപരനാമം സൺഷൈൻ വിറ്റാമിൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണെന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. ഓപ്ഷൻ ബി മലമ്പനി. അപ്പോൾ എന്താണ് പ്രോട്ടോസോവകൾ? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്നത്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണത്? പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് കേട്ടോ. മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ്. അതുപോലെ മലമ്പനി പകർത്തുന്ന കൊതുകുകൾ ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ലോക കൊതുക് ദിനം അത് ഓഗസ്റ്റ് 20 കേട്ടോ. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. മലമ്പനിയുടെ അപരനാമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നതാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ. അതുപോലെ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നതും മലമ്പനിയാണ്. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലമ്പനിയാണ്. മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ഒരു ചക്രവർത്തിയുണ്ട്. ആരാണെന്നറിയാമോ? അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് കേട്ടോ. അലക്സാണ്ടർ ചക്രവർത്തിയാണ്. മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞു. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ്. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. അനോഫിലസ് പെൺകൊതുകുകൾ. ലോക കൊതുകു ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുകു ദിനം ഓഗസ്റ്റ് 20. മലമ്പനിയുടെ അപരനാമങ്ങൾ 2 നാമങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നതും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലമ്പനിയാണ്. മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. ആരാണ്? അലക്സാണ്ടർ ചക്രവർത്തി. ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ മന്ത്. എന്താണ് മന്ത്? വിരകൾ മുഖേന ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മന്ത് എന്നത്.
മന്ദരോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മന്ദരോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റിയാസിസ് എന്നാണ്. എലിഫൻറ്റാസിസ് എന്നറിയപ്പെടുന്നത് മന്ദരോഗമാണ്. എലിഫൻറ്റാസിസ് എന്നറിയപ്പെടുന്നത് മന്ദരോഗമാണ്. മന്തുണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിരകളാണ് മന്തുണ്ടാകുന്നതിന് കാരണം. അതുപോലെ മന്ത് പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? അത് ക്യൂലെക്സ് കൊതുകുകളാണ് കേട്ടോ. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. മന്ത് ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെയാണ് മന്ത് ബാധിക്കുന്നത്. വിരകൾ മുഖേന ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അസുഖമാണ് മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റാസിസ് എന്നാണ്. മന്തുണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിരയാണ്. അതുപോലെ മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെയാണ്. ഇനി എന്നാണ് ദേശീയ മന്ത് രോഗ ദിനം എന്നറിയപ്പെടുന്നത്? നവംബർ 11 കേട്ടോ. നവംബർ 11 ദേശീയ മന്ത് രോഗ ദിനം. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം മന്താണ്. മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റാസിസ് എന്നതാണ്. മന്തുണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിരയാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെയാണ്. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11. ക്ലിയർ ആണല്ലോ? അടുത്ത ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയുമാണുള്ളത്. ഇവ രണ്ടും തന്നെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി അതുപോലെ ചിക്കൻ ഗുനിയ എന്നിവ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനിയുടെ രോഗകാരി ആൽഫ വൈറസ്, അർബോ വൈറസ്, അതുപോലെ IgM വൈറസ് എന്നിവയാണ്. IgM വൈറസ് എന്നിവയാണ്. ഈ മൂന്നുമാണ് ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരികൾ. ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ് എന്നിവയാണ് ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരികൾ. ചിക്കൻ ഗുനിയ പരത്തുന്നത് ചിക്വി വൈറസ് ആണ് കേട്ടോ. ചിക്വി വൈറസാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ചിക്കൻ ഗുനിയ പരത്തുന്ന രോഗകാരിയാണ് ചിക്വി വൈറസ്. ഡെങ്കിപ്പനി പരത്തുന്നത് ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ് എന്നിവയാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്നത്. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. അതുപോലെ C ആകൃതിയിലുള്ള പക്വാശയത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? അതും ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് തന്നെയാണ് കേട്ടോ. C ആകൃതിയിലുള്ള പക്വാശയത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. ഓക്കെ. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസിൻ്റെ അന്തഃസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം അതേതാണ്? അതാണ് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് എന്നത്. പാൻക്രിയാസിൻ്റെ അന്തഃസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ്. 1 മുതൽ 2 ദശലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ഈ പാൻക്രിയാസിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 2 ദശലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് പാൻക്രിയാസിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങൾ അതാണ്, ഒന്ന് ആൽഫ കോശങ്ങളും മറ്റൊന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ള ബീറ്റ കോശങ്ങളും. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആൽഫ കോശങ്ങൾ, 2 ബീറ്റ കോശങ്ങൾ. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ എന്നത് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ഗ്ലൂക്കാഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളും ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനുമാണ്.
ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കാഗോണും ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവിനെ നിലനിർത്താൻ സഹായിക്കുന്നതും ഗ്ലൂക്കാഗോണാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവിനെ നിലനിർത്താൻ സഹായിക്കുന്നതും ഗ്ലൂക്കാഗോണാണ്. ഇനി ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അതേതാണ്? ഇൻസുലിൻ. ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. സി ആകൃതിയിലുള്ള പക്വാശയത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പാൻക്രിയാസ് ആണ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിൻ്റെ അന്തസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ഏകദേശം 1 മുതൽ 2 ദശലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് പാൻക്രിയാസിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങളാണുള്ളത്. ഒന്ന് ആൽഫ കോശങ്ങളും മറ്റൊന്ന് ബീറ്റ കോശങ്ങളുമാണ്. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കാഗോൺ എന്നത്. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ ആണല്ലോ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കാഗോണാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവിനെ നിലനിർത്താൻ സഹായിക്കുന്നതും ഗ്ലൂക്കാഗോണാണ്. ഇനി ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോൺ അത് ഇൻസുലിനാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ എന്നതാണ് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതും തൈമോസിനാണ് കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശരീരത്തിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതും തൈമോസിൻ തന്നെയാണ്. ഇനി ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് മെലാട്ടോണിനും സെറാട്ടോണിനും. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് മെലാട്ടോണിനും സെറാട്ടോണിനും. അടുത്തത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ്. ഒന്ന് തൈറോക്സിൻ, 2 കാൽസിട്ടോണിൻ എന്നത്. തൈറോക്സിനും കാൽസിട്ടോണിനും. ഈ കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്നത്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണും തൈറോക്സിനാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ്? അതും തൈറോക്സിനാണ്. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയുണ്ട്, അതിൻ്റെ പേരെന്താണ്? അത് ഹൈപ്പർ തൈറോയിഡിസം ആണ് കേട്ടോ. അത് ഹൈപ്പർ തൈറോയിഡിസം.
തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം. ഇനി ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗത്തിൻ്റെ പേരാണ് ക്രെറ്റനിസം എന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെറ്റനിസം. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്, അതാണ് മിക്സഡിമ എന്നത്. മിക്സഡിമ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്നതാണ് ക്രെറ്റനിസം എന്നത്. മുതിർന്നവരിൽ അതുണ്ടാക്കുന്ന രോഗമാണ് മിക്സഡിമ. ഓക്കെ ആണല്ലോ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെറ്റനിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റിയാണ് പറഞ്ഞത്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി നമ്മൾ പറഞ്ഞില്ല അല്ലേ? ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അതും തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കേട്ടോ. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിട്ടോണിൻ എന്നിവ. തൈറോക്സിൻ, കാൽസിട്ടോണിൻ എന്നിവ. ഇനി തൈറോക്സിൻ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണും തൈറോക്സിനാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണും തൈറോക്സിനാണ്. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെറ്റനിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഓക്കെ ആണല്ലോ. ഇനി പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദ്യം വന്നാൽ അതിന് ഉത്തരം പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? അതും പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്. ഇനി ഈ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ ഏതൊക്കെയാണ്? പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് ഒന്ന് മെലാട്ടോണിനും രണ്ടാമത്തേത് സെറാട്ടോണിനും. ഓക്കെ, ഒന്ന് മെലാട്ടോണിൻ, രണ്ട് സെറാട്ടോണിൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്ന്, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി ആണ് കേട്ടോ. ബി അല്ല, സി ആണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റ്. അപ്പം നമ്മളോടിവിടെ ജീവകം സി ആണ് ചോദിച്ചിട്ടുള്ളത്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. ജീവകം സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? അതും ജീവകം സി ആണ്. ഇനി
രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതാണ്? രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകവും ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നതും ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റമിൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വിറ്റമിനും വിറ്റമിൻ സി ആണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണ്? അതും വിറ്റമിൻ സി ആണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകവും ജീവകം സി ആണ്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി തന്നെയാണ്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റമിൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വിറ്റമിനും വൈറ്റമിൻ സി ആണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകവും ജീവകം സി ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ രോഗമായ ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്കം മുഖേനയാണ് കേട്ടോ. സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? കുഷ്ഠം എന്നത് പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഈ കുഷ്ഠം പകർത്തുന്ന രോഗകാരി ഏതാണെന്നറിയാമോ? അത് മൈക്രോ ബാക്ടീരിയം ലാപ്രെ ആണ് കേട്ടോ. മൈക്രോ ബാക്ടീരിയം ലാപ്രെ ആണ് കുഷ്ഠരോഗം പകർത്തുന്ന രോഗകാരി. അടുത്ത ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന മനുഷ്യരക്തത്തിലെ ശ്വേത രക്താണുക്കൾ. വിരകൾ മുഖേന ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അസുഖമാണ് മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫന്റാസിസ് എന്നാണ്. മന്തുണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിരയാണ്. അതുപോലെ മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെയാണ്. ഇനി എന്നാണ് ദേശീയ മന്ത് രോഗ ദിനം എന്നറിയപ്പെടുന്നത്? നവംബർ 11 ആണ് കേട്ടോ. നവംബർ 11 ദേശീയ മന്ത് രോഗ ദിനം. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം മന്താണ്. മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫന്റാസിസ് എന്നതാണ്. മന്ത് ഉണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിരയാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെയാണ്. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11 ക്ലിയർ ആണല്ലോ? ഈ ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ എന്നത്. WBCയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 ദിവസം മുതൽ 15 ദിവസം വരെയാണ് കേട്ടോ. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 ദിവസം മുതൽ 15 ദിവസം വരെയാണ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നതും ശ്വേതരക്താണുക്കളാണ്. ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ ഇവയ്ക്ക് നിറം ഇല്ല. അതാണ് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് എന്നാണ്. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 ദിവസം മുതൽ 15 ദിവസം വരെയാണ്. WBCയുടെ അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ എന്നും അറിയപ്പെടുന്നു. ഇനി ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നതും ഈ ശ്വേതരക്താണുക്കൾ തന്നെയാണ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നതും മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നതും ശ്വേതരക്താണുക്കൾ തന്നെയാണ്. ഇനി ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? അത് മോണോസൈറ്റാണ് കേട്ടോ. മോണോസൈറ്റാണ് ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ബേസോഫിൽ. എന്താണ് ബേസോഫിൽ? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നത് ബേസോഫിലാണ്. രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതും ബേസോഫിലാണ്.
ബേസോഫിൽ എന്തൊക്കെയാണ് പ്രതിരോധ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്? ഒന്ന്, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതും മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും ബേസോഫിലാണ്. ഇനി ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നത് ഈസിനോഫിലാണ്. ഈസിനോഫിൽ എന്താണ് ചെയ്യുന്നത്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ ന്യൂട്രോഫിലും മോണോസൈറ്റും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലിംഫോസൈറ്റാണ്. ലിംഫോസൈറ്റ് പറയുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നവയാണ് ലിംഫോസൈറ്റുകൾ. അടുത്ത ചോദ്യം, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അങ്ങനെയാണെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? ലോഹം കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് കേട്ടോ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ആരംഭിച്ചത് ചെന്നൈയിലാണ്. അതുപോലെ അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് ഓസ്റ്റിയോളജി എന്നാണ്. ഓസ്റ്റിയോളജി എന്താണ്? അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. ഇനി മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. നവജാത ശിശുക്കളിലാണെങ്കിൽ 300ഓളം വരും കേട്ടോ. 300 അസ്ഥികളാണ് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയലിലാണ്. ഫീമർ എന്ന തുടയലിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ? അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? അത് കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് ചെന്നൈയിലാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം നമ്മൾ പറഞ്ഞു കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എന്ന്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഓസ്റ്റിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഓസ്റ്റിയോളജി എന്നത് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206. നവജാത ശിശുക്കളിൽ അത് 300 ആയിരിക്കും. 300. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയലിലാണ്, അല്ലെങ്കിൽ ഫീമർ ആണ് തുടയല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അത് സ്റ്റേപ്പിസ് ആണ്. ഇനി അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം എന്താണ്? അത് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം ക്യാപ്സ്യൂൾ ആണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ഏതാണ്? അത് കീഴ്ത്താടി എല്ലാണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലും കീഴ്ത്താടിയെല്ലാണ്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയും കീഴ്ത്താടി എല്ല് ആണ്. അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം ക്യാപ്സ്യൂളാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലും തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക എല്ലും കീഴ്ത്താടി എല്ല് ആണ്. അടുത്ത ചോദ്യം, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. PSCയുടെ ഓപ്ഷൻ സി ആയിരുന്നു വിജാഗിരി സന്ധി എന്ന്. പക്ഷെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, കീലസന്ധി. നമുക്ക് എന്താണിത് SCRTയിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഗോളര സന്ധി.
ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്നറിയപ്പെടുന്ന ഗോളരസന്ധി. തോളല് അതുപോലെ ഇടുപ്പല്ല് എന്നിവിടങ്ങളിലാണ് ഇതുള്ളത്. തോളല്, ഇടുപ്പല്ല്. പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ് ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സന്ധി പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളരസന്ധി. ഒരസ്ഥിയുടെ അറ്റത്തുള്ള, ഇത് നോക്കിയേ, ഇതുപോലെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിൻ്റ് ആണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ് വിജാഗിരി സന്ധിയുള്ളത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നവയാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനായിട്ട് കഴിയുന്നു. കൈമുട്ടിലെയും കാൽമുട്ടിലെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ. അടുത്തത് കീലസന്ധി, പിവറ്റ് ജോയിൻ്റ്. കഴുത്ത്, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് ഈ ഒരു അസ്ഥിയുള്ളത്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന അസ്ഥിയാണ് കീലസന്ധി. കീലസന്ധി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഗോളരസന്ധി കണ്ടു, വിജാഗിരി സന്ധി കണ്ടു, കീലസന്ധിയും കണ്ടു. നാലാമത്തെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. എന്താണ് തെന്നി നീങ്ങുന്ന സന്ധി? കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി എവിടെയാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ്. അടുത്ത ചോദ്യം, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ. ഓപ്ഷൻ സി, ട്രക്കിയ. ഈ ഒരു ഭാഗം SCRTയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് നാസാദ്വാരം, നോസ്ട്രിൽ. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിൽ എന്നത്. അടുത്തത് നാസാഗഹ്വരം, നെയ്സൽ ക്യാവിറ്റി. നാസാഗഹ്വരം എന്നത് ഇതിവിടെ നോക്കുക, ഇവിടെയാണ് നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. അടുത്തത്, ഇതാണ് നമ്മുടെ ചോദ്യം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗം ശ്വാസനാളമാണ്, ട്രക്കിയ. ശ്വാസനാളം, ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ്. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. ഇതാണ് ട്രക്കിയ. ഓക്കെ. അടുത്തത് ശ്വസനി, ബ്രോങ്കസ്. ശ്വസനി ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ് എന്നത്. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് ശ്വസനിക, ബ്രോങ്കിയോൾ. ശ്വസനിക, ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾ. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ഓക്കെ, വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണുന്നില്ല. അപ്പോൾ ശ്വസനികയും ശ്വസനിയും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം. ശ്വസനിയിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു, ശ്വസനികയിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. അടുത്തത് വായു അറ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥര അറകളാണ് വായു അറ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥര അറകളാണ് വായു അറ അല്ലെങ്കിൽ അൽവിയോലസ്. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് വായു അറയിൽ വെച്ചാണ്. അടുത്തത് ഇവിടെ നോക്കിയേ, ഡയഫ്രം.
ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇവിടെ നോക്കിയാൽ ഡയഫ്രം. ഔരാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇവിടെ ഒന്നും കൂടെ ഉണ്ട്, പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥരം ഏതാണ്? അതാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥരമാണ് പ്ലൂറ. ഈ സ്ഥരപാളികൾക്കിടയിലെ പ്ലൂറാദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയെയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ ഇരട്ടസ്ഥര പാളികൾക്കിടയിലെ പ്ലൂറാദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ പ്ലൂറ എന്താണെന്ന് മനസ്സിലായല്ലോ? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥരം. നമ്മുടെ ചോദ്യം ഇതവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്വാസനാളം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ. ഇതാണ് ചോദ്യത്തിലുണ്ടായിരുന്ന വേർഡ്, ട്രക്കിയ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ജീവിവർഗവും ശാസ്ത്രീയ നാമവും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. ഇത് കറക്റ്റാണ് കേട്ടോ. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് തന്നെയാണ്. കാനിസ് ലോപ്പസ് ഫെമിലിയാരിസ് ആണ്. കാനിസ് ലോപ്പസ് ഫെമിലിയാരിസ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ് എന്നതാണ്. ഇനി കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ് എന്ന് തന്നെയാണ് കേട്ടോ. കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ് എന്ന് തന്നെയാണ്. മയിലിൻ്റേത് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. ആണ് മയിലിൻ്റേതും. ഇവിടെ ഓപ്ഷൻ തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഉത്തരം വരുന്നത് 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ ജോഡിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളതും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്, 1, 3. പൂച്ചയുടേത് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, നായ കാനിസ് ലോപ്പസ് ഫെമിലിയാരിസ്, കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ്, മയിലിൻ്റേത് പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ജീവികളും ഹൃദയ അറകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളാണുള്ളത്. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളാണ്. പല്ലിയുടേതിന് 3 അറകളാണ്. പല്ലിയുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്. പക്ഷിയുടേതിന് 4 അറകളാണ്. പക്ഷിയുടേതിനും സസ്തിനികളുടേതിനും മുതലകളുടേതിനും ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 4 ആണ്. പക്ഷിയുടെ ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. ഇനി മത്സ്യത്തിൻ്റെ അറകളുടെ എണ്ണം, മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. പാറ്റയുടെ ഹൃദയത്തിൻ്റെ അറകൾ 13 ആണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ 2 ആണ്. പല്ലിയുടേത് 3 ആണ്. പക്ഷിയുടെ ഹൃദയത്തിൻ്റെ അറകൾ 4 ആണ്. നമ്മളതുപോലെ പറഞ്ഞു, സസ്തിനികളുടെയും മുതലയുടെയും ഹൃദയ അറകളുടെ എണ്ണം 4 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നവയിൽ ക്ഷയം, അതുപോലെ ചിക്കൻ ബോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ക്ഷയവും ചിക്കൻ ബോക്സുമാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ഡി, 3 മാത്രം ശരി. ക്ഷയം, ചിക്കൻ ബോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? നമ്മൾ നേരത്തെ കണ്ട ചോദ്യമാണ് അല്ലേ. ഓപ്ഷൻ ബി, വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ കെയെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഇപ്പോൾ പഠിക്കാം. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നതാണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം, ഫില്ലോക്വിനോൺ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്.
തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം കെ ആണ്. ഇനി ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ്. അങ്ങനെയാണെങ്കിൽ ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അത് ഫില്ലോക്വിനോൺ എന്നാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകവും ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ എന്നത്, രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. 2014 നവംബർ 9. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. അടുത്തത്, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ എന്ന അസുഖം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗത്തിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്ന വൈകല്യം ഏതാണ് എന്ന് ചോദിച്ചാലും അത് ഗ്ലോക്കോമയാണ്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം അറിയപ്പെടുന്നതും ഗ്ലോക്കോമ എന്നാണ്. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമേതാണ്? അതും ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗവും ഗ്ലോക്കോമയാണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗവും ഗ്ലോക്കോമയാണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയെല്ലാം തന്നെ വൈറസ് രോഗങ്ങളാണ്. എലിപ്പനിയെക്കുറിച്ച് നമുക്ക് SCERTയിൽ നിന്ന് തന്നെ പഠിക്കാം കേട്ടോ. എലിപ്പനി എന്താണ്? എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇനി ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഇത് കണ്ടോ, ഇതാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. അപ്പോൾ എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് മലേറിയയാണ്. മലേറിയ എന്നത് പ്ലാസ്മോഡിയം ഇൻഫെക്ഷൻ ആണ്. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗമാണ് മലേറിയ. ഇത് ജീവിതശൈലി രോഗമല്ല. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത്.
ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് ശ്വാസകോശ രോഗമല്ല. ആസ്മ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻ എ ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ജലവും ലവണവും പുറന്തള്ളുന്ന വിസർജന അവയവമാണ് ത്വക്ക്. ജലവും ലവണവും പുറത്തു തള്ളുന്ന വിസർജന അവയവമാണ് ത്വക്ക്. ത്വക്കിലൂടെ വിസർജിക്കപ്പെടുന്ന മാലിന്യമാണ് വിയർപ്പ്. വിയർപ്പിലെ ഘടകങ്ങൾ ജലവും ലവണവും. നമ്മൾ നേരത്തെ പറഞ്ഞു, ജലവും ലവണവും പുറന്തള്ളുന്ന വിസർജന അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? അതും ത്വക്കാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവം ത്വക്കാണ്. ഇനി ശരീരത്തിലെ മൊത്തം പൊതിയുന്ന ത്വക്കിൻ്റെ പ്രതല വിസ്തീർണം എത്ര വരും? ഏകദേശം 2 ചതുരശ്ര മീറ്റർ വരും കേട്ടോ. മനുഷ്യ ശരീരത്തെ മൊത്തം പൊതിയുന്ന ത്വക്കിൻ്റെ പ്രതല വിസ്തീർണം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 2 ചതുരശ്ര മീറ്ററാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ്. ക്ഷയം ഒരു ബാക്ടീരിയൽ രോഗമാണ്. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ് കേട്ടോ. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. നിപ്പ വൈറസ് ആണ്. നിപ്പ വൈറസ് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ. നിപ്പ ഒരു വൈറസ് രോഗമാണ്. എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ്. ക്ഷയം ബാക്ടീരിയൽ രോഗമാണ്. വട്ടച്ചൊറി ഫംഗസ് രോഗമാണ്. നിപ്പ വൈറസ് രോഗമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നുള്ളതാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 2ഉം 4ഉം ശരി. അടുത്ത ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? അത് മലേറിയയാണ് കേട്ടോ. മലേറിയ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് കൊണ്ടുവന്നത്? മലേറിയ രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്. മലേറിയ രോഗവുമായി ബന്ധപ്പെട്ടതാണ് R21 മെട്രിക്സ് എം എന്ന വാക്സിൻ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന അവകാശവാദങ്ങളും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം, ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് അവകാശവാദം കറക്റ്റാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. ഇനി കാരണം നോക്കാം. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇത് തെറ്റാണ് കേട്ടോ. ഇതിൻ്റെ കാരണം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ്, വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയസ്തംഭനങ്ങളിൽ നിന്നും ഹൃദയത്തിന് ലഭിക്കുന്ന രക്തത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഹൃദയാഘാതത്തിൽ നിന്നും വ്യത്യാസമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ബെറിബെറി എന്ന അസുഖത്തെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഐക്കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്നത് ബെറിബെറി. ഓപ്ഷൻസ് നോക്കാം. ജീവകം B1 ആണ് കേട്ടോ. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഓപ്ഷൻസ് ഒന്നാമത്തത് തെറ്റാണ്. B1ൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് ബെറിബെറി. അടുത്തത് തയാമിൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ്. ഇത് കറക്റ്റാണ്. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് ബെറിബെറി. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഇതും കറക്റ്റാണ്. ബെറിബെറിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന,
മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതും കറക്റ്റാണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഇവിടെ 2ഉം 4ഉം 5ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. B1ൻ്റെ അഭാവം മൂലമാണ്, വൈറ്റമിൻ B1ൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് ബെറിബെറി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഡോപ്പമിനാണ്. ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഡോപ്പമിൻ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? നമ്മൾ നേരത്തെ ചോദ്യമായിട്ട് കണ്ട ഒരു ഉത്തരവാണ് അല്ലേ? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? താഴെ കൊടുത്തിട്ടുള്ളത് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തെറ്റായത് ഓപ്ഷൻസ് നോക്കാം. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം, ഇത് കറക്റ്റാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഇവിടെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കിടക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഗൊണഡോട്രോഫിക് ഹോർമോൺ GTH എന്നത് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഇവ രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. നമ്മളോട് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉം ആണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം, സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു, വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു, ഗൊണോഡോട്രോഫിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തൈമിനാണ്. തൈമിൻ. അടുത്തത്, രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതൊക്കെ? രോഗങ്ങളും കാരണവും ഇതാ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഇത് കറക്റ്റാണ്. നിശാന്തതയുടെ കാരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് സിറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 2 തെറ്റാണ്. ഓപ്ഷൻ 3 ഗ്ലോക്കോമ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവ രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മാത്രമാണ് ശരി, 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. 1 മാത്രം ശരി. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഏത്? ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ലെപ്റ്റോസ്പൈറ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്തത്,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ എംഫിസീമ, ഫാറ്റി ലിവർ എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ ജീവിതശൈലി രോഗങ്ങളല്ല. അപ്പോൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ഫ്ലോ ചാർട്ടാണ് ചോദിച്ചത്. ആഹാര സ്വീകരണമാണ് ഒന്നാമത്. ആഹാര സ്വീകരണം, അതിനുശേഷം ദഹനം, ആഗിരണം, സ്വാംശീകരണം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ആഹാര സ്വീകരണം, അതിനുശേഷം ദഹനം, പിന്നീട് ആഗിരണം, അതിനുശേഷം സ്വാംശീകരണം. ഓക്കെ. അടുത്തത്, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കൂടുതൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. പാൻക്രിയാസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയാണ്. അത് കറക്റ്റാണ്. കൂടുതൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഇതും ശരിയാണ്. അടുത്തത്, പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടിയിൽ നിന്നാണ് കേട്ടോ. പോപ്പി ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫിസീമ എന്നത്. എംഫിസീമ. ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് തന്നിട്ടുള്ളത്. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ജീവകം ബിയുടേത് ബെറിബെറിയാണ്. ജീവകം സി സ്കർവിയാണ്. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ ആണ്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 1, 3 വരുന്ന ഓപ്ഷനാണ്. അത് 2 എണ്ണമാണുള്ളത്. 2, 1 വരണം. അത് ഇതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജീവകം എ നിശാന്തത, ജീവകം ബി ബെറിബെറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ പേരാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നത്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത്, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഏത് കോശങ്ങളിലെത്തിയാണ് പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത്? മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കരളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശത്തിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി, ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ഡയേറിയയ്ക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. കൊതുകു നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളേവ? കൊതുകു നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ്
മന്ത്, മലമ്പനി എന്നിവ. മന്തും മലമ്പനിയുമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. 2ഉം 4ഉം ശരിയാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഇവ. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ്. 2, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതും തെറ്റാണ്. നമ്മളോട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. അടുത്തത്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏതാണ്? സ്റ്റെത്തസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെത്തസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തേത്, വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. അത് തെറ്റല്ലേ? വാക്സിനുകൾ കുത്തിവയ്പ്പിലൂടെ അല്ലാതെയും നൽകാവുന്നവയാണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയല്ല. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. വാക്സിനുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇവ 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ, ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് എന്നിവ കണ്ണുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1, ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കറക്റ്റാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഇതും കറക്റ്റാണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവ രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം 2 ഓപ്ഷൻസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇവ രണ്ടുമാണ് ശരി. അണുബാധ എന്നത് തെറ്റാണ്. ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തത്, വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഇത് ശരിയാണ്. വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ ഇത് തെറ്റാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഇതും ശരിയാണ്. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഇതും ശരിയാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഓക്കെ, അടുത്തത്, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? കൊതുകിൻ്റെ വളർച്ച തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കതിൽ ചെയ്യാനുള്ളത്. ഓപ്ഷൻസ് നോക്കാം.
ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. ഇതൊന്നും കൊതുക് വളരുന്നതുമായി ബന്ധപ്പെട്ടതല്ല. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഇതും കറക്റ്റാണ്. അപ്പോൾ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ: ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1ഉം 4ഉമാണ്. 1ഉം 4ഉം ഓപ്ഷൻ സിയിലാണുള്ളത്. 1ഉം 4ഉം ശരി. അടുത്തത്, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി, ഡിവൈസ് ക്ലോഷർ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഡിവൈസ് ക്ലോഷർ ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ്. അടുത്തത്, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്നതാണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് പിള്ളവാതം ഉണ്ടാകുന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് പിള്ളവാതം ഉണ്ടാകുന്നത്? അത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് പിള്ളവാതത്തിന് കാരണം. വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണം. ഓക്കെ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ് എന്നത് ഏത് രോഗകാരിയെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്? സാൽമോണെല്ല ടെഫിയാണ്. സാൽമോണെല്ല ടെഫി എന്ന രോഗകാരിയെ തിരിച്ചറിയാനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്. ഇത് ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരം എന്ന രോഗത്തിൻ്റെ ബാക്ടീരിയയാണ് ഈ സാൽമോണെല്ല ടെഫി എന്നത്. സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് ജ്വരത്തിൻ്റെ രോഗകാരിയായ ബാക്ടീരിയയാണ് സാൽമോണെല്ല ടെഫി എന്നത്. ഈ സാൽമോണെല്ല ടെഫി എന്ന രോഗകാരിയെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് തിരിച്ചറിയാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് വൈഡൽ ടെസ്റ്റ് അല്ലെങ്കിൽ വൈഡൽ പരിശോധന. അടുത്തത്, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരളാണ്. കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരളാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. തൊണ്ടമുള്ള അല്ലെങ്കിൽ മംസ് എന്നറിയപ്പെടുന്നതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം എന്നിവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം എന്നിവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ അറിയപ്പെടുന്നത് സർക്കോമ എന്നാണ്. സർക്കോമ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസറാണ് സർക്കോമ. സർക്കോമ. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് എന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? അത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. ബാക്ക് ടു ബേസിക്സ് എന്നത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1, ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇത് കറക്റ്റാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. കോളറ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ്, വായുവിലൂടെയല്ല. കോളറ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ചിക്കുൻ ഗുനിയ കൊതുകു മുഖേന ഉണ്ടാവുന്ന രോഗമാണ്. കൊതുകു മുഖേന ഉണ്ടാവുന്ന രോഗമാണ് ചിക്കൻ ഗുനിയ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ എ 1 മാത്രം ശരി. അനോഫിലസ് കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. മലമ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി.
അടുത്തത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഇരുമ്പാണ്, ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഇത്തരത്തിലുള്ള ചോദ്യം ഒരുപാട് നമ്മൾ കണ്ടു. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയാണ്. ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇവയൊക്കെ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം അല്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അവയവ ദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? അത് മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി അവയവ ദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിപ്പ രോഗത്തിൻ്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി വവ്വാലാണ്. ഓപ്ഷൻ ബി വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? അത് വൈറസ് ആണ്, വൈറസ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. അടുത്തത്, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതിയാണ് അലോപ്പതി. അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ആയുഷ് എന്നത് AYUSH എന്നതാണ് കേട്ടോ, ആയുഷ്. ഈ ആയുഷ് എന്നത് ആയുർവേദ, യോഗ, നാടോടി ചികിത്സ, യുനാനി, സിദ്ധ എന്നീ ഇന്ത്യൻ പരമ്പരാഗത ചികിത്സാ രീതികളുടെ ചുരുക്കപ്പേരാണ്. ഇതിൽ അലോപ്പതി ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹോമിയോപ്പതിയോ, തുല്യമായ രോഗം കൊണ്ട് രോഗം മാറ്റുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഈ ഒരു ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇത് ആയുഷിനോടൊപ്പം ചേർത്ത് പറയാറുണ്ടെങ്കിലും ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷേ അലോപ്പതി തീർത്തും മറ്റൊരു വിഭാഗം തന്നെയായിട്ടാണ് പറയുന്നത്, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്നതല്ല. ആയുഷിൻ്റെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയുർവേദ, യോഗ, നാടോടി ചികിത്സ, യുനാനി, സിദ്ധ എന്നിവ. അതിൽ ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം, ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ഏതാണ്? വൈറസ്. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി എന്ന രോഗം പരത്തുന്നത്? അത് ഏഡിസ് ആണ്. ഏഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? അത് ഈഡിസ് ആണ്, ഈഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. HIV വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നത്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എന്നത് 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നതാണ്. 120/80 ആണ് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക്. ഓക്കെ. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ 206 അസ്ഥികൾ കാണപ്പെടുന്നു. പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്ന ഘടകം ഏതാണ്? പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്നത് ഇനാമലാണ്, ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? 72 തവണ. 72 തവണ 1 മിനിറ്റിൽ സ്പന്ദിക്കും. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസനപ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്. ഏതാണ് ആ രോഗം? ബ്രോങ്കൈറ്റിസ് ആണ്, ബ്രോങ്കൈറ്റിസ്. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസനപ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തതാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ രോഗമാണ്. പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത്,
കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളി ഏതാണ്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളിയാണ് ദൃഷ്ടിപടലം. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളിയാണ് ദൃഷ്ടിപടലം. SCERT-യിൽ നോക്കിക്കേ, ഈ ഒരു ഭാഗം ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ഇനി നമ്മുടെ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ രക്തപടലം, കോർണിയ, പ്യൂപ്പിൾ എന്നിവയാണ് ബാക്കിയുള്ളത്. അതും കൂടെ നമുക്കതിൽ നോക്കി പഠിക്കാം. എന്താണ് രക്തപടലം? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. ഇനി കോർണിയ നോക്കിക്കേ, ദൃഢപടലത്തിൻ്റെ ഭാഗമാണ്. ദൃഢപടലത്തിൻ്റെ കണ്ണിലെ 3 പാളികളിലെ 2 നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതാണ് ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. ഇത് യോജക കലയാൽ നിർമ്മിതമാണ്. അതിലുള്ളതാണ് കോർണിയ. നോക്കുകയാണെങ്കിൽ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതും കോർണിയാണ്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അടുത്തത് പ്യൂപ്പിളാണ്. രക്തപടലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പ്യൂപ്പിൾ. കാണാൻ പറ്റുന്നുണ്ടോ? പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നുണ്ട്. പ്യൂപ്പിൾ എന്താണ്? ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. ഓക്കെ, ഐറിസ് എന്തായിരുന്നു? കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. ഈ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുരങ്ങുപനി KFD കുരങ്ങുപനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? കുരങ്ങുപനി അഥവാ KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് വൈറസ്. കുരങ്ങുപനിക്ക് കാരണം വൈറസ് ആണ്. അടുത്തത് വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം. നമ്മൾ ഈ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് തവണ വിറ്റാമിൻ B1 കുറിച്ച് സംസാരിച്ചു അല്ലേ? ബെറിബെറിയാണ് ആൻസർ. വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. പിന്നെ നമ്മളിവിടെ പറഞ്ഞു സ്കർവി വിറ്റാമിൻ സിയുടെ കുറവാണ്, റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ കുറവാണ്, നിശാന്തത വിറ്റാമിൻ എയുടെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 2024 PSC ചോദിച്ചിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളായിട്ട് ഡയറക്റ്റായിട്ടും അതുപോലെ ഇതിൻ്റെ എല്ലാം റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടും നമ്മൾ ഒരുപാട് ചോദ്യോത്തരങ്ങൾ കണ്ട് വളരെ പ്രധാനപ്പെട്ടവയൊക്കെ പഠിച്ചും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പഠനം വളരെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.